കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു അടിഞ്ഞ് താഴെ വീണതിന് ശേഷം ഇപ്പോൾ ഇനി എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ള ചിന്തയിലാണ് CPM. ഓരോ നിർദ്ദേശങ്ങൾ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ സഹാക്കൾക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്ന് സംശയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇനി കൂടുതൽ ജനകീയമാകാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ, പൊടിക്കൈകളാണ് ഇനി അടുത്ത് കൊണ്ടുവരുന്നത്. അതായത് ഈ നെറുകന്തലയ്ക്ക് ആദ്യം അടി കിട്ടിയത്. നെറുകന്തലയ്ക്ക് അടി കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM ഇത്രയും വലിയ തിരിച്ചടി ഉണ്ട്. അതെ, ആ അടി കിട്ടി തല പെരുത്തുപോയി. അതിൽ നിന്ന് ഇവരൊന്ന് പൊങ്ങി വരാൻ ഏതാണ്ട് ഇപ്പോൾ ഒരു 3 മാസത്തോളം എടുത്തു. ആദ്യമേ തന്നെ അവർ അപ്പം പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അടി കൊണ്ട് വീണു പോലും പടലം താഴെ പോയി ഇവർ ഞെട്ടി ഉണർന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. നമുക്കൊന്ന് അതറിയാം, തലയ്ക്ക് നല്ലൊരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കറങ്ങി പോയിട്ട് പിന്നെ എണീറ്റ് ഞാൻ എവിടെയാന്നൊക്കെ ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇവർ വന്നതുമല്ല. ഇവർ എല്ലാവരോടും പറഞ്ഞു എന്താ പറ്റിയെന്ന് നിങ്ങളങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ MP ഗോവിന്ദനാണ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ കമ്മിറ്റിയിലും നിങ്ങൾ സധൈര്യം പറഞ്ഞു, ആരും നിങ്ങളൊന്നും പറഞ്ഞു, നിങ്ങളങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞു വന്നപ്പോൾ എന്തുവാ എല്ലാം ആത്യന്തികമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഇത്രയും കാലം നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷം അനുവർത്തിച്ചു പോരുന്ന നയങ്ങളെല്ലാം ജനവിരുദ്ധമായിരുന്നു. ഇതിൽ പ്രധാന 2 പേര്, ഒന്ന് പിണറായി വിജയനും MP ഗോവിന്ദനും പോലെ 2 ജനവിരുദ്ധ നേതാക്കളാണ്. ഇവരെ ജനത്തിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിന് ഇവരിപ്പോൾ ഒരു ലേലുവല്ലു ലൈനായി. അതായത് എല്ലാം ലേലുവല്ലു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചിലവൊന്നും വെല്ലുവിളിക്കുന്നുണ്ട്, കാണിച്ചാലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നേതാക്കന്മാരെ പെട്ടിരിക്കുകയാണ്. ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇവർ ആ പഴയ ശൗര്യം ചോർന്നു പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല, ഏക്കുന്നില്ല. ഒന്നും ഏക്കാതിരിക്കാൻ കാരണം എന്തെങ്കിലും ആ എടുത്ത് പറഞ്ഞു പോയാൽ അടുത്ത സതീശൻ വരും പറയുന്നു. ഒറ്റ വെടിവെപ്പിലും എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യും. അല്ല, ഇത് ഏക്കാതിരിക്കാൻ കാരണം ഈ 10 വർഷം കൊണ്ട് ഇവർ കാട്ടിക്കൂട്ടിയ കൊള്ളരുതാഴികളാണ്. മാത്രമേ കൊള്ളകളുടെ കഥ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. അതെ, അത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇന്നലെ വലിയൊരു കോമഡി സമരം നടന്നിട്ട് കേരള NGO യൂണിയൻ്റെ 10 വർഷമായിട്ട് ഇവർക്കൊന്നും വേണ്ടായിരുന്നു. ഇവർക്ക് DA കുടിശ്ശിക വേണ്ടായിരുന്നു, ശമ്പള വർധനവ് വേണ്ടായിരുന്നു, അവർക്ക് ലീവ് സറണ്ടർ വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 2 മാസമായുള്ളൂ അവർക്ക് ഇതെല്ലാം വേണം. ഈ 10 വർഷം ഇവർ ഈ പറയുന്നത് ഇത് നമ്മൾ സർക്കാർ മുണ്ട് മുറുക്കി കൊടുത്ത് ഭരിക്കുകയാണ്, നമ്മളും അതിനനുസരിച്ച് ഭരിക്കുക, നമ്മൾ ഇതൊന്നും ആവശ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യപ്പെടേണ്ടത് ആരാണ്? NGO അസോസിയേഷൻ. അവരും ഇതിനകത്തൊന്നും എന്താണെന്നറിയാമോ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ NGOമാർ ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് അവർ അന്ന് LDF ഭരിക്കുമ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നായനായിരുന്നു കളിയാക്കി പറഞ്ഞു, ഓനൊക്കെ ഇനി ഇടക്കാല ശ്വാസം അനുവദിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ. ആശ്വാസമല്ലേ, ഇടക്കാല ശ്വാസം എന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളൂ, ഇത്ര വിലയൊക്കെ കൽപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം ഇവിടെ പ്രതിപക്ഷ യൂണിയൻ എന്ന് പറഞ്ഞാൽ NGO അസോസിയേഷനും ഈ പറയുന്ന BMSന്റെ യൂണിയൻ ശക്തമായിട്ടുള്ളൂ. അതിൽ ശരിക്കും ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിച്ചു പോകുന്ന NGO സംഘ് മാത്രമാണ്. ഈ NGO അസോസിയേഷൻ ഇവന്മാർ 2 പേര് കിടന്ന് അടിയായി. ജാഫർ ഖാൻ വേണോ ജയകുമാർ വേണോ ഏതാണ്ടൊക്കെ കുറെ പേര് ഇവര് തമ്മിൽ അടിയായിട്ട് ഇവരുടെ ഇടയിലെ തമ്മിലടി തീർക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇവർ അവകാശം ചോദിച്ചു മേടിക്കാൻ പോകുന്നത്. അധ്യാപക സംഘടനയിൽ പ്രശ്നമുണ്ട്, ഇതല്ല കോൺഗ്രസിന്റെ അധ്യാപക സംഘടനകൾ ഇതേ കൂട്ടി. അതെ, അപ്പൊ ഇങ്ങനെ എല്ലാ സമരവും മറന്ന് എല്ലാം മറന്നു. ഇപ്പൊ ഇവർക്ക് തിരിച്ചറിവുണ്ടായത് നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നു. സഖാവെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു? അപ്പോൾ നമ്മൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല, നമ്മൾ നൽകിയത് കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പണി തന്നെന്ന് പറയുന്നത്. അപ്പൊ അല്ല, അതേ രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. പ്രളയത്തില് പിന്നെ നമുക്കെതിരെ വോട്ട് ചെയ്തവനെല്ലാം തൊലയട്ടെ എന്ന് ചില അന്തം കമ്പനികളുടെയും ഈ വനരോധനം ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ പറഞ്ഞതുപോലെ. ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവരുടെ തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ ഈ സമരങ്ങൾ, വഴി തടഞ്ഞുള്ള സമരങ്ങൾ, തെരുവോരം കയ്യേറിയുള്ള സമരങ്ങൾ ഇനി വേണ്ട. അതിന് അവരുദ്ദേശിക്കുന്നത്, അവർ മാതൃകയാക്കിയതാരെയും അറിയോ? ഈ കുറച്ച് കൊച്ചു പിള്ളേർ കഴിഞ്ഞ ദിവസം ഡൽഹി സമരം ചെയ്തില്ലേ, CJP മോഡൽ സമരം മതി. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ കാലത്തിനനുസരിച്ച് മാറി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള സമരമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ മറ്റേ സിനിമ പറയും പോലെ എന്തൊക്കെ പുറത്ത് വിനയം നടിച്ചാൽ അകത്ത് കിടക്കുന്ന ഫ്രോഡ് പുറത്തു വരുമെന്നുള്ള പ്രശ്നം. യുവമാരെ കൊണ്ട് സമരത്തിന് ഇറക്കിയാൽ, പഴയ സമാധാനപരമായ സമരം നടത്താൻ ഇറക്കിയാലും ഉള്ളിൽ കിടക്കുന്ന സംഗതി തിരിച്ച് പുറത്തേക്ക് വരും. അതുപോലെ ഈ വർഗ ബഹുജന സംഘടനകളുടെ ജോലി ഭാരം കുറയ്ക്കാം. ഒരുപാട് ജോലിയായി ഈ വർഗ ബഹുജന സംഘടനകൾ ജോലി ചെയ്യാതിരുന്നവന്മാരാണ് അവര്. അതുപോലെ ലോക്കൽ സെക്രട്ടറിമാരെ ജോലി ഭാരം കുറയ്ക്കണം. എന്ത് ജോലിയാണ് ഇവന്മാർ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വർഗ ബഹുജന സംഘടനകൾ ജോലി ചെയ്ത് മടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ CITU-യിൽ പെട്ടവരാണ്. അവരാണെങ്കിൽ ഈ ലോഡ് ഇറക്കി മടുത്ത് ഈ ജനങ്ങളെ സേവിച്ച് സഹായിച്ച് മടുത്തിരിക്കുകയാണ്. കാരണം
ചുമ്മാ എത്ര നേരമാണെന്നും കരുതി ഞാൻ നോക്കി ഇരുന്ന് വെച്ച് കൂലി മേടിക്കുന്നത്, നോക്കൂലി. ഇനി എങ്ങാണം ചോദിച്ചു പോയെങ്കിൽ ഇറക്കിക്കോളാനാ പറയുന്നത്. നിങ്ങൾ അങ്ങ് ഇറക്കിക്കോ, വേറെ ഒരുത്തനും ഇത് തൊടാൻ പാടില്ല. പാവപ്പെട്ട വീട്ടമ്മമാരും പ്രായം ചെന്നവരും വീട്ടിലുള്ള ആ കുഞ്ഞുകുട്ടി പരാധീനങ്ങളും ചേർന്നിട്ടാണ് ഈ സാധനം ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം ഈ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടത് ആരാണെന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. അതെ, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും പറയുന്നത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തും, ഇവിടെ വല്ല വ്യവസായം. അല്ലെ, ഈ നോക്കുകൂലിയുടെ പ്രശ്നത്തിൽ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചോണം. അതായത് അതീവ വൈദഗ്ധ്യം വേണ്ട ചില സംഗതികളുണ്ട്. അതായത് ഇപ്പൊ ഗ്ലാസ് ഇറക്കുക, മാർബിൾ ഇറക്കുക, കാർ വാഹനങ്ങൾ ഇറക്കുക, അതുപോലെ ഈ പറയുന്ന അല്ല നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനമാണ് ഞാൻ പറയുന്നത്. അതുപോലെ സിമെന്റ് പാക്കറ്റ്, പിന്നെ ഈ ടൈല്, ഇതുപോലെയുള്ള സാധനങ്ങൾ ഇറക്കുന്നതിന് നല്ല വൈദഗ്ധ്യം. മാത്രമല്ല ഈ ISR കൊണ്ടുവന്ന ചില അത് വളരെ അതിസൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യമാണ്, അവർക്കേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ വൈദഗ്ധ്യം, ഇപ്പം മാർബിൾ എന്ന് പറയുന്ന സാധനം പൊടിഞ്ഞു പോകും. ഇത് ഇറക്കണമെങ്കിൽ ഗ്രാനൈറ്റ്, ഇതൊക്കെ ഇവർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇറക്കാൻ പറ്റൂ. ഇതിനു വേണ്ടി ഒരു പ്രത്യേക തരം തൊഴിലാളിയുണ്ട്, അവർ വിചാരിച്ചാൽ വന്നു. പക്ഷെ അവിടെ വന്ന് ഇവന്മാർ നോക്കൂലി ചോദിക്കും. ഇവിടെ നോക്കൂലി ചോദിച്ചു കഴിയുമ്പോൾ അവസാനം എന്താ പറ്റും, ഇവർ തൊടാൻ പാടില്ല, നാട്ടുകാർ ഇവർ ഇറക്കി. എനിക്കറിയാം അതുപോലെ നമ്മുടെ അമ്മാച്ചൻ കുറച്ച് പിന്നെ മാർബിൾ കൊണ്ടുവന്നിട്ട് തന്നെത്താനെ വീട്ടിലുള്ള പണിക്കാരെല്ലാം പാതിരായിക്ക് കൊണ്ടുവന്ന് ഇറക്കാൻ പോയിട്ട് കൊണ്ടുവന്നതിൻ്റെ പകുതി പൊടിഞ്ഞു പോയി. ഇവന്മാർ ഇറക്കിക്കാത്തതുകൊണ്ട് അങ്ങനെ ഇറക്കിയിട്ട് ഈ സാധനം പൊടിഞ്ഞു പോയി. അപ്പം എന്താണ് ഈ കൊണ്ടുവന്ന തൊഴിലാളികൾ ഇറക്കിത്തരും, പക്ഷേ അവരിറക്കുന്നതിൻ്റെ കൂലി നമ്മൾ ഇവന്മാർക്ക് കൊടുക്കണം. അപ്പം 2 കൂലി നമ്മൾ ഇവർക്ക് കൊടുക്കണം, നോക്കുകൂലിയുടെ പേരിലുള്ള. അതാണ് ഈ വർഗ ബഹുജന സംഘടനകളുടെ ജോലി ഭാരം കുറയ്ക്കുക, അതുപോലെ സോഷ്യൽ മീഡിയ ഇടപെടൽ വർദ്ധിപ്പിക്കുക, ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വഴികൾ ഇത് ചെയ്യുക. അപ്പം മൊത്തത്തിൽ ഈ പാർട്ടിയെ ഒന്ന് മാറ്റി ധാർഷ്ട്യവും നേതാക്കളുടെ ധാർഷ്ട്യവും ഈ അണികളോടുള്ള പെരുമാറ്റവും ജനങ്ങളോടുള്ള പെരുമാറ്റവും ഒക്കെ മാറ്റുക. അങ്ങനെ ഒരു പുതുപുത്തൻ CPM-നെ ഇത് കുറെ നേരത്തെ കൊണ്ടുവന്നൊരു സംവിധാനമാണ്. ഓർമ്മയുണ്ടോ? ഇലക്ഷന് മുമ്പ് വീടുകളിൽ ചെല്ലണം, സർവേ നടത്തുമ്പോൾ അവരുടെ മാന്യമായി പെരുമാറണം, ഇങ്ങോട്ട് ചീത്ത വിളിച്ചാലും ഗാന്ധിയൻ ശൈലിയിൽ ശരി, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണെന്ന് പറയുക. അത് കതിരമേൽ വളം വയ്ക്കുക എന്നുള്ളതാണ്. ഇതിപ്പം ഇന്നലെ നമ്മൾ സ്റ്റോറിയാക്കി കൊടുത്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായൊരു സ്റ്റോറി നമ്മൾ കൊടുത്തിരുന്നു. ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വഴിതടയൽ സമരം ഇനി ഉണ്ടാവില്ല. അടുത്തത്, പൊതുജനങ്ങളിൽ നിന്ന് പിരിവും ആർഭാടവും വേണ്ട. പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുക്കാൻ പാടില്ല. പിരിച്ചെങ്കിൽ തന്നെ നിങ്ങൾ ആർഭാടത്തോടു കൂടി പരിപാടികൾ നടത്താൻ പാടില്ല. പിന്നെയുള്ള ഒന്ന്, അക്രമ സമരങ്ങൾക്ക് പകരം സൈബർ പോരാട്ടത്തിലേക്ക് കടക്കും. അതാണ് നമ്മൾ അക്രമമില്ല, സൈബർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കും. രാവിലെ ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്നത്. നിങ്ങളെ ഇനിയിപ്പം കായികപരമായിട്ട് ഞങ്ങൾ നേരില്ല. ഞങ്ങൾ ഭാര്യക്കുന്തം, ഞങ്ങളുടെ പരമ്പരാഗത സമരായുധങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ബൂർഷ്വാസികളെ അല്ലെ ഞങ്ങളുടെ പാർട്ടിക്ക് കയറി സംസാരിക്കുന്നവനെ ഞങ്ങൾ കായികമായി അള്ള് ഇവരുടെ പ്രധാന സംഭവമാണ് കേരള രാഷ്ട്രീയത്തിൽ. കാരണം ഈ പണ്ട് ഇവർ ബന്ദ് നടത്തുന്നത് ഹർത്താൽ ബന്ധാണല്ലോ. ഈ അള്ളെന്ന് പറഞ്ഞ സാധനം ചാണകത്തിലങ്ങനെ വേണ്ടി അവിടെ അങ്ങനെ ഇട്ടേക്ക് വണ്ടി ഒന്ന് പുറത്തോടെ കയറുമ്പോൾ ഇത് 3 ഇതിനാണ് മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഇനി അള്ള് ഉപേക്ഷിക്കും. ആയുധങ്ങളെല്ലാം പാർട്ടി ഓഫീസിൽ നിന്ന് ഞങ്ങൾ വഴിതടയൽ സമരം ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നത് കുറയ്ക്കുന്നു, ആർഭാടം ഒഴിവാക്കുന്നു. അതായത് പാർട്ടി സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പുനരാവിഷ്കരിക്കുന്ന പോലെയാണ് പാർട്ടി സമ്മേളനം. നഗരി പുള്ളി AC അത് ലളിതമാക്കുമ്പോഴേ നെയ്മീന്റെ പകരം ജൂരബീൻ കൊണ്ട് കൊടുത്താനുള്ള അവസ്ഥ നേതാവ് എടുത്ത് മോന്തക്കേറി. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പുതുതലമുറ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ കണ്ടെന്ന് നടിക്കാനാണ്, അതാണ് ഉദ്ദേശിച്ചത്. അതായത് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾക്കാണ് ഇനി ഭാവി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം CJPയുടെ സമരമാണ്. അപ്പോൾ ആ സമരത്തിലേക്ക് നമ്മൾ നീങ്ങണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഈ CPM-ൻ്റെ സമരം കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമരം ജാഥ കാണാനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ എണ്ണീറ്റ് നിൽക്കും. അല്ല, ഇവർ വരുന്ന എങ്ങനെയാണെന്നറിയാമോ? കാൽനട ജാഥയാണ്. ഇവർ പഞ്ചായത്ത് മുഴുവൻ സഞ്ചരിക്കും. അതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഒരു സൈക്കിളയിൽ ഒരു കോളാമ്പി വെച്ച് കെട്ടി, എന്നിട്ട് ഇതിൻ്റെ വയർ വലിച്ച് നീട്ടി ഏറ്റവും പുറകിൽ ഒരു സൈക്കിളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആംപ്ലിഫയറും അതിനൊപ്പം ഒരു ബാറ്ററിയും വെച്ച് ഈ സൈക്കിളും തള്ളി. ഇതിനിടയ്ക്ക് കൂടിയാണ് ഇവർ ഈ കൊടിയൊക്കെ പിടിച്ച് ഇടയ്ക്ക് ഒരാൾ നിന്ന് ഇതിനകത്തൂടെ മുദ്രാവാക്യം വിളിച്ച് കൊടുക്കും. ഇത് വളരെ അച്ചടക്കത്തോടു കൂടി പോകും. അപ്പം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ഒരു ബാനറൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കും. പഴയ കാലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ ഈ ദൂരേന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാം. നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരിങ്ങനെ പോവും. അതായത് നല്ല അന്നത്തെ സഖാക്കന്മാരെല്ലാം നല്ല ആൾക്കാരാണ്, നല്ല നേതാക്കന്മാരാണ്.
ഈ ഈ ഇവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പോകുന്നത് മുഴുവൻ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾ സിന്ദാബാദ് വിളിച്ച് ഇവർ കാൽനട ഈ മറ്റേ തൊപ്പി ഉണ്ടല്ലോ, കർഷകന്റെ തൊപ്പി, പാളത്തൊപ്പി, ഇതൊക്കെ ധരിച്ചിട്ടായിരിക്കും ഇവർ പോകുന്നത്. എന്നിട്ട് ഇത് വൈകിട്ട് വന്ന് നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് അന്നത്തെ ഏറ്റവും ജില്ലാ സെക്രട്ടറി അങ്ങനെ ആൾ വന്ന് പ്രസംഗിച്ചത്. ഇതിനൊരു അടുക്കും ചിട്ടയും ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടിയോടൊരു സ്നേഹം തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം നേരെ മാറി, എല്ലാവരുടെയും കക്ഷത്ത് തേങ്ങയാണ്. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെട്ട്, കുത്ത്, കൊലപാതക, അക്രമ സമരം, നീ എന്നും കട തുറക്കത്തില്ല. ഇവര് സംസാര ശൈലി കണ്ണൂർ ഭാഷയാണ് ഇപ്പോഴും. തിരുവനന്തപുരത്ത്, മധ്യതിരുവിതാംകൂറിലല്ല. പിന്നെ ആ മുണ്ട് കണ്ണൂരിലൊരു കുറച്ചുകൂടെ ഒരു മഞ്ഞ നിറം കൂടുതലുള്ള മുണ്ട് ഭീഷണിയല്ലേ. പിരിവ് കൊടുത്തില്ലേ എന്തുവാ? വൈകിട്ട് പ്രകടനം വരുന്നുണ്ട്, ചിലപ്പോൾ കല്ല് വീണമെന്നിരിക്കും, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. ദേശാഭിമാനി എടുത്തില്ലെങ്കിൽ നിന്റെ കട ഞങ്ങൾ പൂട്ടിക്കും. ഇതാണ് ഭീഷണി. എന്തിനാണ് ഈ ദേശാഭിമാനി ഇവർ സ്നേഹത്തോടു കൂടി എടുക്കുന്നതാണോ? പത്രം ആരെങ്കിലും വായിക്കുന്നില്ല, അവിടോട്ട് കൊണ്ടിടും. ഇവരെടുത്ത് അവിടെ വരുന്ന സാധനം പൊതിഞ്ഞ് കൊടുത്തു വിടും. ഇതിനകത്ത് ആരും ആ സാധനം പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പർ പോലും ആരും വായിക്കാം. അപ്പോൾ ഈ രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇവർ മാറുന്നെങ്കിൽ നല്ലത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോഴത്തെ രീതി പിണറായി വിജയനെയും എം പി ഒന്നിനെയും മുൻനിർത്തിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ പാർട്ടി ഇവിടെ ഇല്ലാതാവും. ഈ പാർട്ടിക്ക് വേണ്ടി പിന്നെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് പിന്നീട് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴി. EMS, AK ജയന്റെ, അഴിക്കോടൻ രാഘവന്റെ, CH കണാറിന്റെ ഒന്നും പാർട്ടി അല്ല ഇപ്പോഴും. അതാണ് ഇപ്പൊ P ശശിയുടെയും ഈ പിണറായി വിജയന്റെയും ഈ ഗോവിന്ദ മാഷിന്റെ പോലുള്ള ആളുകൾ. അതായത് ധനസമ്പാദനം മാത്രം ലക്ഷ്യമിട്ട് ഇവർ പറഞ്ഞ ജോലിഭാരം കുറയ്ക്കണമെന്ന് പറഞ്ഞ് ലോക്കൽ സെക്രട്ടറിമാർ ഉണ്ടാക്കുന്ന എത്രയാണെന്ന് അറിയാമല്ലോ. ലോക്കൽ സെക്രട്ടറി ഒരു വിധത്തിൽ ഉണ്ടാക്കും, പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു വിധത്തിലുണ്ടാക്കും, ഏരിയ സെക്രട്ടറി വേറൊരു വിധത്തിലുണ്ടാക്കും. മണൽ വരാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ക്വാറിയുടെ പൈസ വാങ്ങി ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഓരോരുത്തർക്ക് പങ്കുവെച്ച് കൊടുത്തിരിക്കുക. എന്താണെങ്കിലും പാർട്ടി നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. ആര് നന്നാവരും നമ്മളിക്കലും പറയാൻ പാടില്ല. കാലോചിതമായി എല്ലാം മാറണം. അതെ, അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ആര് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ആര് പഠിപ്പിക്കുക അവരെ, അത് പറഞ്ഞ ചോദ്യമുണ്ട്. പഠിപ്പിക്കുന്ന ആരാണെന്നുള്ളത് ഒന്നാണ്. ഇത് പഠിക്കുന്നത് ആരാണ്? ഇത് നാളെ എന്തെങ്കിലും ഇവരിത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കുമോ എന്നുള്ളത്. കാരണം ശീലിച്ചതേ ചെറുപ്പാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷമുള്ള കാലം. കാരസ്കരത്തിന് കുരു പാലിലിട്ടാൽ കാലാന്തര പണ്ട് കുഞ്ഞനമ്പേര് പറഞ്ഞതുമല്ല. ഇത് വർഷങ്ങളെ ശീലിച്ച ഒരു പരിപാടിയാണ് ഇതെല്ലാം. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇനി അങ്ങോട്ട് മാറുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, ഇത് പാർട്ടിയെ കൊണ്ട് ഉപജീവനം നടത്തണമെങ്കിൽ ഇതേ വഴിയുള്ളൂ.